ഗർഭാശയകളെ ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ ഇന്ന് ഇന്ത്യൻ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രണ്ടാമത്തെ ക്യാൻസറാണിത്. എന്നാൽ വാക്സിനേഷനിലൂടെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ക്യാൻസറുകൾ ഒന്നാണിതെന്ന് നിങ്ങൾക്കറിയാമോ? ആ വാക്സിനാണ് HPV വാക്സിൻ. ഇന്ന് നമ്മൾ ഈ വാക്സിനെ കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. എന്താണ് HPV? അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇത് ചർമ്മത്തിലൂടെയും ശാരീരിക ബന്ധത്തിലൂടെയും പകരുന്ന ഒരു കൂട്ടം വൈറസുകളാണ്. ഇതിൽ ടൈപ്പ് 16 അതുപോലെ 18 ഇവ ഹൈ റിസ്ക് വൈറസുകളാണ്. 70% ഗർഭാശയങ്ങളെ ക്യാൻസറുകൾക്കും കാരണമാകുന്നത് ഈ വൈറസുകളാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരിൽ ഗുഹ്യഭാഗത്തും അതുപോലെ തൊണ്ടയിലെ ക്യാൻസറിനും കാരണമായേക്കാം. ആർക്കാണ്, എപ്പോഴാണ്? ഏറ്റവും പുതിയ സർക്കാർ നിർദ്ദേശങ്ങൾ പ്രകാരം ഒറ്റ കുത്തിവയ്പ്പിലൂടെ തന്നെ ഇപ്പോൾ മികച്ച സുരക്ഷ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗജന്യമായിട്ട് ഈ HPV വാക്സിൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് വാക്സിനേഷൻ ബുക്ക് ചെയ്യുന്നതിനായി യുവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. uvin.mohfw.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഇത് ലളിതമായി ചെയ്യാം. മറ്റുള്ളവർക്ക് 15 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ഡോക്ടർ നിർദ്ദേശപ്രകാരം വാക്സിൻ എടുക്കാം. ഇനി ഏതെല്ലാമാണ് ലഭ്യമായ വാക്സിനുകൾ? നിലവിൽ ഇന്ത്യയിൽ പ്രധാനമായും 3 തരം വാക്സിനുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് സെർവോവാക്, അതായത് ഇന്ത്യയുടെ സ്വന്തം വാക്സിൻ. ഗർഡാസിൽ 4 തരം HPV വാക്സിനുകൾക്കെതിരെ സംരക്ഷണം നൽകുന്നു. ഗർഡാസിൽ 9 തരം വൈറസുകൾക്കെതിരെ സംരക്ഷണം നൽകുന്നു. ഇനി ഈ വാക്സിൻ എത്രത്തോളം ഫലപ്രദമാണ്? ഈ വാക്സിൻ 90%-ലധികം സുരക്ഷയാണ് നൽകുന്നത്. എങ്കിലും പൂർണ്ണമായ സുരക്ഷയ്ക്കായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് വാക്സിൻ കവർ ചെയ്യാത്ത ചില അപൂർവ വൈറസുകൾ കൂടി തിരിച്ചറിയാൻ വാക്സിൻ എടുത്തവരും കൃത്യമായ ഇടവേളകളിൽ തന്നെ പാപ് സ്മിയർ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി വാക്സിനേഷനും സ്ക്രീനിങ്ങും ഒന്നിച്ച് ചേരുമ്പോൾ നമുക്ക് ഡബിൾ പ്രൊട്ടക്ഷനാണ് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്ന് പറയുന്നത് ഈ വാക്സിൻ തികച്ചും സുരക്ഷിതമാണ്. കുത്തിവയ്പ്പ് എടുത്ത ഭാഗത്ത് ചെറിയൊരു വേദനയോ ചുവപ്പോ അല്ലെങ്കിൽ ഒരു നേരിയ ഒരു പനിയോ ഉണ്ടായേക്കാം എന്നതല്ലാതെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ക്യാൻസറിനെ വരാതെ തടയാമെന്നത് വെറും ഒരു വാചകമല്ല, നമ്മുടെ കയ്യിലുള്ള അവസരമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തെയോ ഒരു ആരോഗ്യ പ്രവർത്തകരെയോ സമീപിക്കുക. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അത് ഈ സുരക്ഷയാണ്. ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി.